പ്രിയപ്പെട്ട കുട്ടികളെ, ചാപ്റ്റർ 2-ലെ 6-ാമത്തെ ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം നാം ഒരു ചോദ്യത്തിലാണ് നിർത്തിയത്. ചോദ്യം ഇതായിരുന്നു: വാട്ട് ഡു യു മീൻ ബൈ കപ്പാസിറ്റൻസ് ഓഫ് എ സിംഗിൾ കണ്ടക്ടർ? ഒരു സിംഗിൾ കണ്ടക്ടർ, ചാർജ് ചെയ്ത ഒരു സിംഗിൾ കണ്ടക്ടർ കാരണമുള്ള കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ പറഞ്ഞു, ഒരു സിംഗിൾ കണ്ടക്ടറിനെ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആയിട്ട് കണക്ക് കൂട്ടാം. അതിന്റെ ഒരു പ്ലേറ്റ് നമ്മൾ എടുത്തേക്കുന്ന കണ്ടക്ടർ, അടുത്ത പ്ലേറ്റ് ഇൻഫിനിറ്റിയിലാണ്. സിംഗിൾ കണ്ടക്ടർ ഈസ് ഇക്വലന്റ് ടു എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. എ സിംഗിൾ കണ്ടക്ടർ ഈസ് ഇക്വലന്റ് ടു എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് അതർ പ്ലേറ്റ് അറ്റ് ഇൻഫിനിറ്റി. രണ്ടാമത്തെ പ്ലേറ്റ് ഇൻഫിനിറ്റിയിലാണ്. ആദ്യത്തെ പ്ലേറ്റ് ആണ് നമ്മുടെ സിംഗിൾ കണ്ടക്ടർ, രണ്ടാമത്തെ പ്ലേറ്റ് ഇൻഫിനിറ്റിയിലാണ്. അങ്ങനെയുള്ള ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആയിട്ട് ഒരു സിംഗിൾ കണ്ടക്ടറിനെ നമുക്ക് കരുതാം. അടുത്തത് ഗ്രൂപ്പിംഗ് ഓഫ് കപ്പാസിറ്റേഴ്സ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആവശ്യമുള്ളത്ര കപ്പാസിറ്റൻസ് ലഭ്യമല്ലെങ്കിൽ നമ്മൾ കപ്പാസിറ്റേഴ്സിനെ ഗ്രൂപ്പ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. കൂട്ടിച്ചേർത്ത് കപ്പാസിറ്റേഴ്സിനെ ഉപയോഗിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്രൂപ്പിംഗ് ഓഫ് കപ്പാസിറ്റേഴ്സ്. രണ്ട് രീതിയിലുള്ള ഗ്രൂപ്പിംഗ് ആണ് കപ്പാസിറ്റേഴ്സിനുള്ളത്. ഒന്ന്, കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്. കപ്പാസിറ്റേഴ്സിനെ നമ്മൾ സീരീസിൽ കണക്ട് ചെയ്യും. രണ്ടാമത്തെ രീതിയിലുള്ള ഗ്രൂപ്പിംഗിന് പറയുന്ന പേരാണ് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. കപ്പാസിറ്റേഴ്സിനെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യും. ഈ രണ്ട് കണക്ഷനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ആദ്യം നമുക്ക് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസിലേക്ക് കടക്കാം. സീരീസ് ആയിട്ട് കപ്പാസിറ്റേഴ്സിനെ കണക്ട് ചെയ്താൽ എന്തായിരിക്കും റിസൾട്ട്? അതിലേക്ക് നമുക്ക് വരാം. C1, C2, C3 etc. Capacitance connected in series to a source of potential difference B. V potential difference ഒരു ബാറ്ററി അത് വരുന്നത് നിങ്ങൾക്കറിയാം. B പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഒരു പൊട്ടൻഷ്യൽ സോഴ്സിലേക്ക് നമ്മൾ C1, C2, C3 അങ്ങനെ വാല്യൂ ഉള്ള ധാരാളം കപ്പാസിറ്റേഴ്സിനെ സീരീസിൽ കണക്ട് ചെയ്യുന്നു. എങ്ങനെയാ സീരീസിൽ കണക്ട് ചെയ്യുന്നത്? സീരീസിൽ കണക്ട് ചെയ്യുന്നത് ഒരു കപ്പാസിറ്ററിന്റെ ഒരു പ്ലേറ്റിനോട് അടുത്ത കപ്പാസിറ്ററിന്റെ അടുത്ത പ്ലേറ്റ് കണക്ട് ചെയ്യും. ഓരോ കപ്പാസിറ്ററിന്റെ പ്ലേറ്റ് ടു പ്ലേറ്റ്, ഒരറ്റം അടുത്ത കപ്പാസിറ്ററിനോട്, അടുത്ത അറ്റം അടുത്ത കപ്പാസിറ്ററിനോട്, അങ്ങനെ കപ്പാസിറ്ററിന്റെ രണ്ടറ്റവും രണ്ട് കപ്പാസിറ്റേഴ്സിനോട് കണക്ട് ചെയ്യും. അതിനാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. സീരീസ് കണക്ഷന് ലൈൻ ആയിട്ട് ഇങ്ങനെ കപ്പാസിറ്റേഴ്സിനെ കണക്ട് ചെയ്ത് വിടുന്നു. പടം കാണിക്കുന്നത് ഒരു സീരീസ് കപ്പാസിറ്റേഴ്സിന്റെ ഒരു സീരീസ് കണക്ഷനാണ്. ഫിഗറിൽ നമ്മൾ കാണുന്നത് 3 കപ്പാസിറ്റേഴ്സ് C1, C2, C3 അങ്ങനെ 3 കപ്പാസിറ്റേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. നാലാമത്തെ കപ്പാസിറ്ററിനെ വേണേലും പറ്റും. നാലാമത്തെ കപ്പാസിറ്ററിനെ വേണേലും നമുക്ക് സീരീസ് ആയ ഒരു കപ്പാസിറ്ററോട് അങ്ങ് കൊടുത്താൽ, അറ്റത്തോട്ട് C4 എന്ന് പറഞ്ഞ കപ്പാസിറ്റർ കൊടുത്താൽ അത് സീരീസ് ആയിട്ട് നാലാമത്തെ കപ്പാസിറ്റർ വരും. അതിനെ ഒരു PD സോഴ്സ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഒരു സോഴ്സ് Vയോട് കണക്ട് ചെയ്തിരിക്കുന്നു. V എന്ന് പറഞ്ഞ ബാറ്ററി. ബാറ്ററിയുടെ പ്ലസ് അവിടെ കാണിച്ചിരിക്കുന്നത്, മൈനസ് ആയിട്ടും കാണിച്ചിട്ടുണ്ട്. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് C1ന്റെ അറ്റമാണ് കണക്ട് ചെയ്തേക്കണേ. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് C3യുടെ അറ്റമാണ് കണക്ട് ചെയ്തേക്കണേ. ഈ പടത്തില് C1, C2, C3 ഈ കപ്പാസിറ്റേഴ്സ് B പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? B പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് ഒരു +Q ചാർജ് C1ന്റെ ആദ്യത്തെ പ്ലേറ്റിന് കിട്ടും. അവിടെ +Q ചാർജ് C1ന്റെ ആദ്യത്തെ പ്ലേറ്റിന് കിട്ടുമ്പോൾ ഇൻഡക്ഷൻ വഴി -Q ചാർജ് അതിന്റെ രണ്ടാമത്തെ പ്ലേറ്റ് വരും. അങ്ങനെ -Q അവിടെ വരുമ്പോൾ ഒരു +Q ചാർജ് C2ന്റെ ആദ്യത്തെ പ്ലേറ്റിലുണ്ടാവും, ഒരു -Q ചാർജ് C2ന്റെ അടുത്ത പ്ലേറ്റിലുണ്ടാവും. അങ്ങനെ -Q C2ന്റെ അവിടെ അടുത്ത പ്ലേറ്റിലുണ്ടാകുമ്പോൾ C3യുടെ ആദ്യത്തെ പ്ലേറ്റ് +Q ചാർജ് അക്വയർ ചെയ്യും, C3യുടെ അടുത്ത പ്ലേറ്റ് -Q ചാർജ് അപ്ലൈ ചെയ്യും. അതായത് ഒരു Q ചാർജ് 3 കപ്പാസിറ്റേഴ്സിലൂടെയും കടന്നുപോകും. Q1, C1, C2, C3 ഈ 3 കപ്പാസിറ്റേഴ്സിലൂടെയും ഒരു Q ചാർജ് കടന്നുപോകും. ഒരു സെയിം ചാർജ് ആയിരിക്കും ഇതിലെ കടന്നു പോകുന്നത്. C1 കൂടെ, C2 കൂടെ, C3 കൂടെയുള്ള ചാർജ് സെയിം ആയിരിക്കും. എന്തുകൊണ്ട് C1 കൂടെ, C2 കൂടെ, C3 കൂടെയുള്ള ചാർജ് സെയിം ആവുന്നേ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, പ്ലസ് എന്ന് എഴുതിയേക്കുന്നിടത്തോളം ഒറ്റ കണക്ഷൻ മാത്രമേ പോകുന്നുള്ളൂ. എല്ലാ കപ്പാസിറ്റേഴ്സിനെയും കണക്ട് ചെയ്ത് ചാർജിന് ഒഴുകാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എല്ലാ കപ്പാസിറ്റേഴ്സിനെയും കണക്ട് ചെയ്ത് ചാർജിന് ഒഴുകാൻ വേണ്ടി ഒറ്റ വഴിയേ ഉള്ളൂ. ഇവിടെ ഒറ്റ വഴിയേ ഉള്ളൂ. ഏതാ വഴി? ഇതിലെ കപ്പാസിറ്റേഴ്സിനെ എല്ലാം കണക്ട് ചെയ്ത് ചാർജിന് ഒഴുകാനുള്ള ഒരൊറ്റ വഴിയേ ഇവിടെ ഉള്ളൂ. ഇങ്ങനെ വന്ന് നേരെ വന്നു ബാറ്ററിയുടെ പ്ലസിൽ നിന്ന് വന്നിട്ട്
C1 കയറിയിട്ട് നേരെ C2 കയറിയിട്ട് C3 കയറിയിട്ട് തിരിച്ച് ബാറ്ററിയുടെ മൈനസിൽ വരിക. ഈ ഒരൊറ്റ വഴി മാത്രമേ ഇവിടെ ചാർജിന് ഒഴുകാനുള്ളൂ, ഒറ്റ വഴി. അതുകൊണ്ട് ചാർജ് 3 കപ്പാസിറ്റേഴ്സിൽ കൂടെ ഒഴുകുന്ന ചാർജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സെയിം ചാർജ് ഫ്ലോസ് ത്രൂ ദ കപ്പാസിറ്റേഴ്സ്. പക്ഷെ ഇങ്ങനെ സെയിം ചാർജ് ഒഴുകുമ്പോൾ എന്ത് സംഭവിക്കും? അവയ്ക്കിടയ്ക്കുള്ള PD വ്യത്യാസമായിരിക്കും, അവയ്ക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യാസമായിരിക്കും. C1 പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 C2 പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2 C3 പൊട്ടൻഷ്യൽ ഡിഫറൻസ് V3 ആയിരിക്കും. അപ്പൊ അതാണ് സീരീസ് കണക്ഷന്റെ പ്രത്യേകത. ഏത് എക്യുപ്മെന്റ്, ഏത് ഡിവൈസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലും അതിൽ കൂടെ സെയിം ചാർജ് അല്ലെങ്കിൽ സെയിം കറണ്ട് ഒഴുകും. കറണ്ട് സെയിം ആയിരിക്കും അല്ലെങ്കിൽ ചാർജ് സെയിം ആയിരിക്കും. പക്ഷെ അവയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യാസം കാണും. ഇവിടെ C1 കപ്പാസിറ്റൻസിൽ V1 പൊട്ടൻഷ്യൽ ഡിഫറൻസും C2 കപ്പാസിറ്റൻസിൽ V2 പൊട്ടൻഷ്യൽ ഡിഫറൻസും C3 കപ്പാസിറ്റൻസിൽ V3 പൊട്ടൻഷ്യൽ ഡിഫറൻസും ഉണ്ടാകും. അപ്പൊ ചാർജ് സെയിം ആണ്, പക്ഷെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓരോ കപ്പാസിറ്ററിനും വ്യത്യാസമാണ്. അത്തരം കണക്ഷന് നമ്മൾ പറയുന്ന പേരാണ് സീരീസ് കണക്ഷൻ. ഈ സീരീസ് കണക്ഷൻ കൊണ്ട് C1, C2, C3 ഈ 3 കപ്പാസിറ്റൻസ് സീരീസ് കണക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മൊത്തം കപ്പാസിറ്റി എത്ര, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു ക്യൂ ചാർജ് C1 കപ്പാസിറ്ററിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ അതിന് അക്രോസ് ആയിട്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ V1 = Q/C1. കാരണം എന്നാ? Q = CV. അതാ ഫോർമുല. Q = CV. കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ അതാണ്, Q = CV. അപ്പൊ Q = C1 V1 എന്ന് നമുക്ക് പറയാം. C1 V1. Q = C1 V1. കപ്പാസിറ്റൻസ് C1, അതിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ V1, അതേ പോകുന്ന ചാർജ് Q. Q = C1 V1. അപ്പൊ V1 = Q/C1. അപ്പം C1 കൂടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V1 = Q/C1. ഇനി C2 കൂടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? V2. V2 = Q/C2. ഏത് ഇക്വേഷനിൽ നിന്ന് അത് വരുന്നത്? Q = C2 V2 നിന്ന്. Q = C2 V2. C2 കൂടെ കടന്നു പോകുന്ന ചാർജാണ് Q, അതിലുണ്ടാകുന്ന പൊട്ടൻഷ്യലാണ് V2. അപ്പം V2 = Q/C2. ഇനി മൂന്നാമത്തെ കപ്പാസിറ്റർ C3, അതിലുള്ള പൊട്ടൻഷ്യൽ എത്രയാ? V3 = Q/C3. അപ്പൊ 3 കപ്പാസിറ്റൻസ് എവിടെയുള്ള ചാർജ് Q കടന്നു പോകുമ്പോൾ ആദ്യത്തേതിൽ C1 Q/C1, അതായത് V1 പൊട്ടൻഷ്യൽ ഡിഫറൻസും, രണ്ടാമത്തേത് Q/C2, അതായത് V2 പൊട്ടൻഷ്യൽ ഡിഫറൻസും, മൂന്നാമത്തേതിൽ Q/C3, അതായത് V3 പൊട്ടൻഷ്യൽ ഡിഫറൻസും ഉണ്ടാകും. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ ഉണ്ടാകുന്ന എന്തിൽ നിന്നാണ്? നമ്മൾ കൊടുത്ത V പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ നിന്നാണ്. V പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ബാറ്ററിയിൽ നിന്നാണ് ഈ കപ്പാസിറ്റേഴ്സിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഈ V ആണ് നമ്മൾ അപ്ലൈ ചെയ്ത PD. V ആണ് ഈ V1, V2, V3 എല്ലാം കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V = V1 + V2 + V3 + എക്സെട്ര. അതാണ് സീരീസ് കണക്ഷന്റെ ഇക്വേഷൻ. സീരീസ് കണക്ഷന്റെ പ്രത്യേകത ഒന്നുകൂടെ പറയാം. സെയിം ചാർജ് Q സെയിം ആണ് എല്ലാ കപ്പാസിറ്ററിൽ കൂടെ. കപ്പാസിറ്റേഴ്സിനെ സീരീസിലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നെങ്കിൽ എല്ലാ കപ്പാസിറ്ററിൽ കൂടെയുള്ള ചാർജ് സെയിം ആണ്. സെയിം ചാർജ് Q ഫ്ലോസ് ത്രൂ ദ കപ്പാസിറ്റേഴ്സ്. പക്ഷെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V = V1 + V2 + V3 + എക്സെട്ര. അതായത് ഓരോ കപ്പാസിറ്ററിലും ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ കൂട്ടിയാൽ ടോട്ടൽ പൊട്ടൻഷ്യൽ V കിട്ടും. V = V1 + V2 + V3 + എക്സെട്ര. ഇനി V1 എത്രയാ? Q/C1 പ്ലസ് V2 എത്രയാ? Q/C2 പ്ലസ് V3 എത്രയാ? Q/C3. അപ്പൊ V = V1 + V2 + V3 + എക്സെട്ര. നമുക്ക് എങ്ങനെ കിട്ടും? V1 പകരം Q/C1 വരും, പ്ലസ് V2 പകരം Q/C2 വരും, പ്ലസ് V3 പകരം Q/C3. ഇനി വേറെ കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ പ്ലസ് എക്സെട്ര. ഇതിലെല്ലാം Q കോമൺ ആണ്. Q/C1 Q ഉണ്ട്, Q/C2 Q ഉണ്ട്, Q/C3 Q ഉണ്ട്. ആ Q കോമൺ ആയിട്ടുള്ള Q വെളിയിലെടുക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടും V = കോമൺ ആയിട്ടുള്ള Q വെളിയിലേക്ക് എടുത്താൽ Q/C1 Q വെളിയിലെടുത്താൽ Q × 1/C1 ഗുണിക്കുമ്പോൾ Q × 1 Q ആകും, /C1 അങ്ങനെ വരും. പ്ലസ് Q/C2 നിന്ന് Q വെളിയിലെടുത്തു കഴിഞ്ഞാൽ 1/C2, പ്ലസ് Q/C3 Q വെളിയിലെടുത്തു കഴിഞ്ഞാൽ 1/C3 + എക്സെട്ര. അപ്പം V = Q × 1/C1 + 1/C2 + 1/C3 + എക്സെട്ര.
അങ്ങനെ നമുക്ക് എഫക്റ്റീവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി കിട്ടും. അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി കിട്ടും. അത് ഇക്വേഷൻ 1 എന്നിരിക്കട്ടെ. ഇനി ഈ 3 കപ്പാസിറ്റേഴ്സിനെ നമ്മൾ മാറ്റിയിട്ട് ഒറ്റ കപ്പാസിറ്റർ വെക്കുന്നു. ഈ 3 കപ്പാസിറ്റേഴ്സിനെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ആ C1, C2, C3 അവിടങ്ങളിൽ ഒറ്റ കപ്പാസിറ്റൻസ് നമ്മൾ കണക്ട് ചെയ്യുന്നു. സി എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റൻസ് കണക്ട് ചെയ്യുന്നു. അങ്ങനെ സി എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ C1, C2, C3 ഇവയുടെ ഫലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ മുകളിൽ ഒഴുകുന്ന ക്യൂ ചാർജ് തന്നെ ഈ സി കൂടെ ഒഴുകും. C1, C2, C3 കൂടെ ഒഴുകുന്ന ക്യൂ ചാർജ് തന്നെ ഈ സി കൂടെ ഒഴുകുന്നുണ്ടെങ്കിൽ C1, C2, C3യുടെ അതേ ഫലം തന്നെയാണ് സിയും തരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും CS ഈസ് ദ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ആ സിയെ CS നമ്മൾ വിളിക്കും. സീരീസിലുള്ള കണക്ഷൻ ആയതുകൊണ്ട് ആ സിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് CS. സീരീസ് കണക്ഷനിലെ കപ്പാസിറ്റൻസ് എന്നർത്ഥം. അപ്പം ഈ 3 കപ്പാസിറ്റൻസ് C1, C2, C3 ഈ 3 കപ്പാസിറ്റൻസിന്റെ ഇഫക്റ്റ് CS എന്ന് പറയണം അല്ലെങ്കിൽ സി എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റൻസ് തരുന്നെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഒറ്റ കപ്പാസിറ്റൻസ് മാത്രമേ അവിടെ കാണുള്ളൂ. ആ കപ്പാസിറ്റൻസിൽ കൂടെ വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ക്യൂ ചാർജ് ഫ്ലോ ചെയ്യും. അപ്പം ഇഫ് CS ഈസ് ദ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്, C1, C2, C3 ഇവയുടെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് CS എന്ന് പറഞ്ഞാൽ C1, C2, C3 ഒരു സർക്യൂട്ട് ചെയ്യുന്ന അതേ ഇഫക്റ്റ് ആണ് സിയും അതേ സർക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എഴുതാം V ഈസ് ഈക്വൽ ടു Q ബൈ CS. അങ്ങനെ എഴുതാം. V ഈസ് ഈക്വൽ ടു Q ബൈ CS. CS ആണ് 3 കപ്പാസിറ്റേഴ്സിന്റെ C1, C2, C3 ഈ കപ്പാസിറ്റേഴ്സിന്റെ ഒക്കെ ഇഫക്റ്റീവ് കപ്പാസിറ്റി. അതായത് ശരിക്കും വേണ്ടത് CS ആയിരുന്നു. പക്ഷെ നമ്മുടെ ഈ C1, C2, C3 ഈ കപ്പാസിറ്റേഴ്സ് ഉള്ളൂ എങ്കിൽ ആ C1, C2, C3യെ സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ CSന്റെ ഇഫക്റ്റ് കിട്ടും. അതാണ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പം V ഈസ് ഈക്വൽ ടു Q ബൈ CS. അത് ഇക്വേഷൻ 2. അപ്പൊ വിയുടെ 2 ഇക്വേഷൻ കിട്ടി. ഒന്നാമത്തെ ഇക്വേഷനകത്ത് വിയുടെ ഒരു ഇക്വേഷൻ കിട്ടി. രണ്ടാമത്തെ ഇക്വേഷനകത്ത് വിയുടെ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. പക്ഷെ 2 V സെയിം ആണ്. 2 Vയും സെയിം ആണ്. ഒരേ വാറ്റയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് 2 Vയും. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് Q ബൈ CSഉം ഒന്നാമത്തെ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് Q ഇൻറ്റു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3 പ്ലസ് എക്സെട്ര അതും സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം ഫ്രം ഇക്വേഷൻസ് 1 and 2 ഒന്നിന്നും രണ്ടിന്നും രണ്ടിന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് Q ബൈ CS രണ്ടാമത്തെ റൈറ്റ് ഹാൻഡ് സൈഡ് Q ബൈ CS ഈസ് ഈക്വൽ ടു ഒന്നാമത്തെ റൈറ്റ് ഹാൻഡ് സൈഡ് Q ഇൻറ്റു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3 പ്ലസ് എക്സെട്ര. രണ്ട് സൈഡിലും Q ക്യാൻസൽ ആവും. രണ്ട് സൈഡിലുമുള്ള Q ക്യാൻസൽ ആവും. ഈ ക്യൂവും ഈ ക്യൂവും രണ്ട് സൈഡിലുമുള്ള Q ക്യാൻസൽ ആവും. ഈ ക്യൂവും ക്യാൻസൽ ആവും. ഈ ക്യൂവും ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 ബൈ CS. ക്യൂവും ക്യൂവും ക്യാൻസൽ ആകുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ 1 ബൈ CS ക്യൂവിന് പകരം 1 ബൈ CS ഈസ് ഈക്വൽ ടു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3 പ്ലസ് എക്സെട്ര. 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3 പ്ലസ് എക്സെട്ര. അപ്പൊ നോക്കിയേ, നമുക്ക് ഇവിടെ കിട്ടുന്ന റിലേഷനകത്ത് 1 ബൈ CS ആണ്. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ റെസിപ്രോക്കൽ 1 ബൈ CS. CS ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ഇപ്പൊ 1 ബൈ CS എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ റെസിപ്രോക്കൽ. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ റെസിപ്രോക്കൽ 1 ബൈ C1. ആദ്യത്തെ കപ്പാസിറ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് 1 ബൈ C1. ആദ്യത്തെ കപ്പാസിറ്റൻസ് C1, ഇവിടെ വന്നേക്കുന്ന 1 ബൈ C1. റെസിപ്രോക്കൽ ഓഫ് ഫസ്റ്റ് കപ്പാസിറ്റൻസ്, റെസിപ്രോക്കൽ ഓഫ് C1 പ്ലസ് രണ്ടാമത്തെ കപ്പാസിറ്റൻസിന്റെ റെസിപ്രോക്കൽ 1 ബൈ C2 പ്ലസ് മൂന്നാമത്തെ കപ്പാസിറ്റൻസിന്റെ റെസിപ്രോക്കൽ 1 ബൈ C3 പ്ലസ് എക്സെട്ര. അങ്ങനെ അപ്പൊ റെസിപ്രോക്കൽ ഓഫ് ദ ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസസ്, ഓരോ കപ്പാസിറ്റൻസിന്റെയും കപ്പാസിറ്റിയുടെ റെസിപ്രോക്കൽ എടുത്താൽ വി ഗെറ്റ് ദ റെസിപ്രോക്കൽ ഓഫ് ദ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്. അതാണ് സീരീസ് കണക്ഷന്റെ പ്രത്യേകത. സീരീസ് കണക്ഷനിലെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് CS-ന്റെ റെസിപ്രോക്കൽ, അതിനകത്ത് ഉൾപ്പെടുന്ന ഓരോ കപ്പാസിറ്റൻസിന്റെയും റെസിപ്രോക്കൽ എടുത്ത് കൂട്ടുന്നതിന് തുല്യമായിരിക്കും. അപ്പൊ 1 ബൈ CS ഈസ് ഈക്വൽ ടു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3 പ്ലസ് എക്സെട്ര.
ഇതുകൊണ്ടുള്ള ഒരു കുഴപ്പം എന്താണെന്ന് അറിയാവോ? C1, C2, C3 ഇവയിൽ ഏറ്റവും കുറവ് ഏതാണോ അതിലും കുറവായിരിക്കും CS. ഈ റെസിപ്രോക്കൽ റിലേഷൻ കാരണം C1, C2, C3 ഇവയിൽ ചെറുത് ഏതാണോ അതിലും ചെറുതായിരിക്കും CS എന്ന് പറഞ്ഞ എഫക്റ്റീവ് കപ്പാസിറ്റി. അതായത് സീരീസ് കണക്ഷൻ വഴി കപ്പാസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. സീരീസ് കണക്ഷൻ വഴി കപ്പാസിറ്റി കുറയുന്നു, കപ്പാസിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. കപ്പാസിറ്റി റെഡ്യൂസസ്, സീരീസ് കണക്ഷൻ reduces capacity. Reciprocal of the effective capacitance of condensers in series is the sum of the reciprocals of their individual capacitances. അതാണ് നമ്മൾ പറഞ്ഞത് 1/CS is equal to 1/C1 plus 1/C2 plus 1/C3 plus etc. അങ്ങനെ ഇപ്പോൾ reciprocal of the effective capacitance is the sum of the reciprocals of their individual capacitances in series connection. അതുകൊണ്ട് എന്താ? സോ CS കപ്പാസിറ്റൻസ്, ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് CS, സീരീസിലെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് CS അത് കുറവായിരിക്കും, മിനിമം ആണ്. കപ്പാസിറ്റൻസിനെ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന മിനിമം എഫക്റ്റീവ് വാല്യൂ ആണ് CS ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ സ്മോളസ്റ്റ് ഓഫ് C1, C2, C3 എക്സെട്ര. C1, C2, C3 നമ്മൾ എടുത്തേക്കുന്ന കപ്പാസിറ്റേഴ്സ് അതിൽ ഏറ്റവും കുറഞ്ഞത് ഏതാണോ, 1, 2, 3 എന്നാണ് എടുത്തേക്കണെങ്കിൽ ഇതിൽ ഏറ്റവും കുറഞ്ഞത് 1 ആണ്, അതിലും കുറവായിരിക്കും CS. നമ്മൾ എടുത്തിരിക്കുന്ന കപ്പാസിറ്റൻസിന്റെ വാല്യൂസിൽ ഏറ്റവും കുറവ് ഏതാണോ അതിലും കുറവാണ് സീരീസ് കണക്ഷനിലുള്ള കപ്പാസിറ്റൻസ്. ദാസ് സീരീസ് കണക്ഷൻ റെഡ്യൂസസ് കപ്പാസിറ്റി. സീരീസ് കണക്ഷൻ കപ്പാസിറ്റി കുറയ്ക്കും. സീരീസ് കണക്ഷൻ എന്ത് ചെയ്യും? കപ്പാസിറ്റി കുറയ്ക്കും. ഇഫ് C1 ആൻഡ് C2 ആർ കണക്റ്റഡ് ഇൻ സീരീസ്, C1നെ C2നെ നമ്മൾ സീരീസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1/CS is equal to 1/C1 plus 1/C2. രണ്ടെണ്ണം ഉള്ളെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. C1, C2 LCM ആണ്. അപ്പം ന്യൂമറേറ്ററി C1 plus C2 എന്ന് കിട്ടും. 1/CS is equal to C1 plus C2 divided by C1, C2. 1/CS is equal to C1 plus C2 divided by C1, C2. അപ്പൊ എന്തായിരിക്കും CS? CS is equal to C1, C2 divided by C1 plus C2. 1/CS നെ തിരിച്ചിട്ടാ മതി. C1, C2 divided by C1 plus C2. C1 plus C2. C1 C2 1ഉം 2ഉം വന്നിരിക്കട്ടെ. അപ്പൊ C1, C2 1 ഗുണം 2 divided by C1 plus C2 1 plus 2 3. അപ്പം 2/3 എന്ന് കിട്ടും. CS is equal to 2/3. C1, C2 കുറവേതാ? 1. 2/3 1നേക്കാളും കുറവാണ്. C1 C2 1ഉം 2ഉം ആയിട്ട് എടുത്താൽ C1 C2 1 into 2 അതായത് 2 ഡിവൈഡ് ബൈ C1 plus C2 1 plus 2 3. അപ്പൊ 2/3 CS എന്ന് പറഞ്ഞാൽ 2/3. ആ 2/3 കുറവായിട്ടുള്ള വാല്യൂ എത്രയാ? C1ന്റെ C2ലും C1ന്റെ 1. ആ 2/3 1നേക്കാളും കുറവാണ്. അതാണ് മുമ്പേ പറഞ്ഞത്. കിട്ടുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമ്മൾ ഉപയോഗിച്ച കപ്പാസിറ്റൻസിൽ ചെറുതേതാണോ അതിലും കുറവായിരിക്കും. അതുകൊണ്ട് ഇവിടെ കപ്പാസിറ്റി കുറയും. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ n കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഓരോന്നിന്റെ വാല്യൂ C ആണ്. ഇൻ ഈക്വൽ കപ്പാസിറ്റേഴ്സ് ഓഫ് വാല്യൂ C അതിനെ നമ്മൾ കണക്ട് ചെയ്തു. നമ്മുടെ n കപ്പാസിറ്റേഴ്സ് ഉണ്ട്, ഓരോന്നിന്റെയും വാല്യൂ C ആണ്. നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നു. എങ്ങനെ? സീരീസ് ആയിട്ട്. അങ്ങനെ ആവുമ്പോൾ അതിന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് 1/CS is equal to എല്ലാ C വാല്യൂകളും 1/C plus 1/C plus 1/C plus എക്സെട്ര n ടൈംസ്. n കപ്പാസിറ്റേഴ്സ് ഉണ്ട്, അതുകൊണ്ട് n 1/C അവറിന്റെ. ഇപ്പൊ ഒന്നാമത്തെ 1/Cയും രണ്ടാമത്തെ 1/Cയും കൂട്ടിക്കഴിഞ്ഞാൽ 1/C plus 1/C 2/C കിട്ടും. 1/C plus 1/C plus 1/C 3/C കിട്ടും. അങ്ങനെയാണ് n ടൈംസിനെ ഇത് കൂട്ടിയാൽ എന്ത് കിട്ടും? n/C കിട്ടും. n/C. ഇപ്പൊ 1/CS is equal to n/C. അങ്ങനെയാണെങ്കിൽ CS is equal to C/n. 10 കപ്പാസിറ്റേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നെങ്കിൽ ഓരോന്നിന്റെയും വില C ആണെങ്കിൽ നമുക്ക് സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വില എത്രയാണ്? C/10 എന്ന് കിട്ടും. C/10 കപ്പാസിറ്റൻസ് കുറയും. കപ്പാസിറ്റൻസ് 10 മാറും. ഉപയോഗിക്കുന്ന സിംഗിൾ കപ്പാസിറ്റൻസിന്റെ 10 മാറും. ഇതാണ് സീരീസ് കണക്ഷൻ. കപ്പാസിറ്റേഴ്സിന്റെ സീരീസ് കണക്ഷൻ. കപ്പാസിറ്റേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ കപ്പാസിറ്റി കുറയും. എന്ത് കണക്ഷനാണ് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്? എന്ത് സൈസ് കണക്ഷനാണ് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്? ചാർജ് സെയിം ആകണം, പൊട്ടൻഷ്യല് ഡിഫറെന്റ് ആയിരിക്കും.
ഓരോ കപ്പാസിറ്ററിലുള്ള ചാർജ് സെയിം ആയിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും കണക്ഷൻ സീരീസ് കണക്ഷൻ ആണ്. അങ്ങനെ വരുമ്പോൾ C1 എന്ന് പറയുന്ന കപ്പാസിറ്ററിലെ പൊട്ടൻഷ്യൽ V1 is equal to Q by C1, C2 എന്ന് പറയുന്ന കപ്പാസിറ്ററിലുള്ള പൊട്ടൻഷ്യൽ V2 is equal to Q by C2, C3 എന്ന് പറയുന്ന കപ്പാസിറ്ററിലുള്ള പൊട്ടൻഷ്യൽ V3 is equal to Q by C3. പൊട്ടൻഷ്യൽ എല്ലാം സം ആയിരിക്കും. പൊട്ടൻഷ്യൽ ടോട്ടൽ പൊട്ടൻഷ്യൽ V is equal to V1 plus V2 plus V3 plus etc. V1 ന്റെയും V2 ന്റെയും V3 യുടെയും വില കൊടുക്കുമ്പോൾ Q by C1 plus Q by C2 plus Q by C3 plus etc. അങ്ങനെ വരുമ്പം V is equal to Q into 1 by C1 plus 1 by C2 plus 1 by C3 plus etc. അങ്ങനെ നമുക്ക് കിട്ടും. അത് ഇക്വേഷൻ 1. ഈ 3 കപ്പാസിറ്റൻസിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റിയാണ് CS എങ്കിൽ നമുക്ക് ഈ 3 കപ്പാസിറ്റേഴ്സിനെയും CS കപ്പാസിറ്റി ഉള്ള ഒരു കപ്പാസിറ്റർ കൊണ്ട് മാറ്റാമെങ്കിൽ അതിൽ കൂടെ Q ചാർജ് പാസ് ചെയ്തെങ്കിൽ നമ്മൾ പറയാം അതിനെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയും. അങ്ങനെ വരുന്ന കേസിൽ V is equal to Q by CS, അത് ഇക്വേഷൻ 2. ഇക്വേഷൻ 1 നും 2 നും നമുക്ക് കിട്ടും Q by CS is equal to Q into 1 by C1 plus 1 by C2 plus 1 by C3 plus etc. Q ഉം Q ഉം ക്യാൻസൽ ആയി പോവും. അപ്പൊ നമുക്ക് കിട്ടും 1 by CS is equal to 1 by C1 plus 1 by C2 plus 1 by C3 plus etc. അതാണ് സീരീസ് കണക്ഷനിലുള്ള എഫക്റ്റീവ് കപ്പാസിറ്റി. ഇനി റെസിപ്രോക്കൽ ഓഫ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈസ് സം ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് ദർ ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസസ്. അതിന്റെ കുഴപ്പം ഇതാണ്, നമ്മൾ എടുക്കുന്ന കപ്പാസിറ്റൻസിൽ ഏറ്റവും കുറവ് ഏതാണോ അതിലും കുറവായിരിക്കും എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആയിട്ടുള്ള CS. അതുകൊണ്ട് ഇത്തരം കണക്ഷൻ സീരീസ് കണക്ഷൻ കപ്പാസിറ്റി കുറയ്ക്കുവാണ് ചെയ്യുന്നത്. ഇപ്പം C1 C2 സീരീസിലായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടും 1 by CS is equal to C1 plus C2 divided by C1 C2. അങ്ങനെയാണെങ്കിൽ CS നമുക്ക് കിട്ടും C1 C2 divided by C1 plus C2. N കപ്പാസിറ്റേഴ്സ് ഓരോന്നിനും C വാല്യൂ, അവയെ സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു, അറ്റത്തോടറ്റം കണക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും CS is equal to C by N. കപ്പാസിറ്റൻസ് 1 by N ടൈംസ് ആയിട്ട് മാറും. അതാണ് സീരീസ് കണക്ഷൻ, കപ്പാസിറ്റേഴ്സിന്റെ സീരീസ് കണക്ഷൻ. ഇനി നമുക്ക് കപ്പാസിറ്റേഴ്സിന്റെ പാരലൽ കണക്ഷനിലേക്ക് കടക്കാം. കപ്പാസിറ്റേഴ്സിന്റെ പാരലൽ കണക്ഷനിലേക്ക് നമുക്ക് കടക്കാം. 3 കപ്പാസിറ്റേഴ്സ് C1 C2 C3, 3ന്റെ പോസിറ്റീവ് പ്ലേറ്റുകൾ A എന്ന് പറയുന്ന പോയിന്റിലേക്കും നെഗറ്റീവ് പ്ലേറ്റുകൾ B എന്ന് പറയുന്ന പോയിന്റിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നു. പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയത്തുള്ളൂ. ഒരു സൈഡിലുള്ള പ്ലേറ്റുകൾ A എന്ന് പറയുന്ന പോയിന്റിലേക്കും അടുത്ത സൈഡിലുള്ള പ്ലേറ്റുകൾ B എന്ന് പറയുന്ന പോയിന്റിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നു. നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാവും C1 എയ്ക്കും ബിക്കും ഇടയ്ക്കാണ്, C2 എയ്ക്കും ബിക്കും ഇടയ്ക്കാണ്, C3 എയ്ക്കും ബിക്കും ഇടയ്ക്കാണ്. അപ്പൊ ഇങ്ങനത്തെ കണക്ഷനാണ്, 2 പോയിന്റുകൾക്കിടയ്ക്കുള്ള കണക്ഷനാണ് പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ. 2 പോയിന്റുകൾക്കിടയ്ക്കുള്ള കപ്പാസിറ്റേഴ്സിന്റെ കണക്ഷൻ. എത്ര കപ്പാസിറ്റൻസ് അവിടെ വന്നാലും ആ 2 പോയിന്റുകൾക്കിടയ്ക്കായിരിക്കും ആ കപ്പാസിറ്റേഴ്സിനെ കണക്ട് ചെയ്യുക. എന്നാൽ സീരീസ് കണക്ഷനിൽ അങ്ങനെയല്ല, ഒരു കപ്പാസിറ്ററിന്റെ അറ്റത്ത് അടുത്തത് തുടങ്ങും, അടുത്തതിന്റെ അറ്റത്ത് അടുത്തത് തുടങ്ങും. കണക്ഷനകത്ത് ഒന്നാമത്തെയും മൂന്നാമത്തെയും തമ്മിൽ നേരിട്ട് ബന്ധമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എല്ലാ കപ്പാസിറ്റേഴ്സും 2 പോയിന്റ്സിനിടയ്ക്കാണ്, എയ്ക്കും ബിക്കും ഇടയ്ക്കാണ്. എന്നിട്ട് നമ്മൾ അതിനെ ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നു. ഒരു V പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഒരു ബാറ്ററിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു Q ചാർജ് എയിലെത്തും. എ എന്ന് പറയുന്ന പോയിന്റിൽ Q ചാർജ് എത്തും. ആ Q ചാർജിൽ Q1 ചാർജ് C1 കൂടെ, Q2 ചാർജ് C2 കൂടെ, Q3 ചാർജ് C3 കൂടെ കണക്ട് ചെയ്യും. ഇവിടെ ചാർജാണ് ഡിവൈഡ് ചെയ്യുന്നത്. സീരീസ് കണക്ഷനകത്ത് ചാർജ് സെയിം ആയിരുന്നു, പൊട്ടൻഷ്യലാണ് ഡിവൈഡ് ചെയ്തത്. പക്ഷെ ഇവിടെ 2 പോയിന്റുകൾക്കിടയ്ക്കാണ് എല്ലാം വരുന്നത്. ബാറ്ററി V എയ്ക്കും ബിക്കും ഇടയ്ക്കാണ്, C1 C2 C3 എയ്ക്കും ബിക്കും ഇടയ്ക്കാണ്. അതുകൊണ്ട് എല്ലാത്തിനിടയ്ക്കും ഒരേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും. എല്ലാ കപ്പാസിറ്റൻസിനിടയ്ക്കും ഒരേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും. പക്ഷെ ചാർജാണ് വ്യത്യാസം വരുന്നത്. എയിൽ വരുന്ന ഒരു Q ചാർജ് C1 കൂടെ Q1 ആയും, Q ചാർജിന്റെ Q1 പാർട്ട് C1 കൂടെയും, Q2 പാർട്ട് C2 കൂടെയും, Q3 പാർട്ട് C3 കൂടെയും കണക്ട് ചെയ്യും. അതിന്റെ അർത്ഥം എന്നാ? Q1നെയും Q2നെയും Q3യെയും കൂട്ടിയാൽ എയിലെത്തുന്ന Q ചാർജ് കിട്ടും. അപ്പൊ ഇവിടെ ചാർജാണ് വ്യത്യസ്തം, പൊട്ടൻഷ്യൽ സെയിം. അത്തരം കണക്ഷന് നമ്മൾ പറയുന്ന പേരാണ് പാരലൽ കണക്ഷൻ എന്ന് നമ്മൾ പറയും. C1 C2 C3 കപ്പാസിറ്റൻസസ് കണക്ടഡ് ഇൻ പാരലൽ ടു എ സോഴ്സ് ഓഫ് PDV. All the condensates acquire same PDV. ഒരേ PD ആയിരിക്കും, ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും. ബട്ട് ചാർജ് ഓൺ ഈച്ച് കണ്ടൻസർ ഈസ് ഡിഫറെന്റ്. അതാണ് പാരലൽ കണക്ഷൻ. V1 V2 V3 റെസ്പെക്റ്റീവ് PD അക്രോസ് C1 C2 C3. C1 C2 C3 ഇടയ്ക്കുള്ള PD ആണ് V1 V2 V3. ഇത് സെയിം ആണ്.
ഇത് സെയിം ആണ്. V1 V2 V3 സെയിം ആണ്. V1 V2 V3 സെയിം ആണ്. അത് നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. V1 V2 V3 സെയിം ആണ്, V തന്നെയാണ്. അപ്പൊ നമുക്ക് എഴുതാം Q1 ഈസ് ഈക്വൽ ടു C1V. C1 കൂടെ പോകുന്ന ചാർജ് ആണ് Q1 ഈസ് ഈക്വൽ ടു C1B. കാരണം എന്നാ Q ഈസ് ഈക്വൽ ടു CV, അതാ ഫോർമുല. അപ്പൊ C1 കൂടെ കടന്നു പോകുന്ന ചാർജ് Q1 ഈസ് ഈക്വൽ ടു C1V. Q2 C2 കൂടെ കടന്നു പോകുന്ന ചാർജ് ആണ് Q2 ഈസ് ഈക്വൽ ടു C2V. V1 V2 V3 എല്ലാം V ആണ്, സെയിം ആണ്. Q2 ഈസ് ഈക്വൽ ടു C2V. Q3 ഈസ് ഈക്വൽ ടു C3V. Q3 C3V ആണ്. ഇപ്പൊ Q1 C1V ആണ്, Q2 C2V ആണ്, Q3 C3V ആണ്. C3V. അങ്ങനെ മൂന്നിൽ കൂടെയുള്ള ചാർജ് നമുക്ക് കിട്ടി. ആദ്യത്തെ കൂടെയുള്ള ചാർജ് Q1 ഈസ് ഈക്വൽ ടു C1V, Q2 ഈസ് ഈക്വൽ ടു C2V, മൂന്നാമത്തെ കൂടെ Q3 ഈസ് ഈക്വൽ ടു C3V. എല്ലാത്തിലും V സെയിം ആണ്, അതുകൊണ്ടാണ് പൊട്ടൻഷ്യൽ V എന്ന് ഉപയോഗിച്ചേക്കുന്നത്. കപ്പാസിറ്റൻസ് വ്യത്യാസമാണ് C1, C2, C3. ഇപ്പൊ കപ്പാസിറ്റൻസിനനുസരിച്ച് ചാർജ് സെപ്പറേറ്റ് ചെയ്യുന്നു, ഡിഫറെന്റ് ആവുന്നു, ചാർജ് ഡിവൈഡ് ചെയ്ത് പോകുന്നു. Q1 ഉം Q2 ഉം Q3 ആയിട്ട്. ടോട്ടൽ ചാർജ് Q എത്രയാണ്? ടോട്ടൽ ചാർജ് Q ഈസ് ഈക്വൽ ടു A വരുന്ന ചാർജ് ആണ് ടോട്ടൽ ചാർജ് Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 പ്ലസ് എക്സെട്ര. അങ്ങനെ വരും. Qയിലെത്തുന്ന ടോട്ടൽ ചാർജ്, Aയിലെത്തുന്ന ടോട്ടൽ ചാർജ് Q, അത് Q1 പ്ലസ് Q2 പ്ലസ് Q3 പ്ലസ് എക്സെട്ര. അപ്പൊ നമുക്ക് എഴുതാം Q ഈസ് ഈക്വൽ ടു Q1 എന്ന് പറയുന്നത് C1B പ്ലസ് Q2 എന്ന് പറയുന്നത് C2B പ്ലസ് Q3 എന്ന് പറയുന്നത് C3B പ്ലസ് എക്സെട്ര. അതിൽ V കോമൺ ആണ്. C1Bക്കകത്ത് V ഉണ്ട്, C2Bക്കകത്ത് V ഉണ്ട്, C3Bക്കകത്ത് V ഉണ്ട്. V കോമൺ. അപ്പൊ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു ആ V. Q ഈസ് ഈക്വൽ ടു V വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, ബ്രാക്കറ്റിന് വെളിയിലേക്ക് കോമൺ ആയിട്ട് എടുത്താൽ C1Bയിൽ C1 മിച്ചം കാണുള്ളൂ, C1 പ്ലസ് C2Bയിൽ C2 മിച്ചം കാണുള്ളൂ, C2 പ്ലസ് C3Bയിൽ C3 മിച്ചം കാണുള്ളൂ, C3 പ്ലസ് എക്സെട്ര. അപ്പൊ Q ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് എക്സെട്ര ഇൻറ്റു V. അത് ഇക്വേഷൻ 1. ഇവിടെ ചാർജ് ഡിഫറെന്റ് ആണ്, പൊട്ടൻഷ്യൽ ആണ് സെയിം. പൊട്ടൻഷ്യൽ V ആണ്. V1 V2 V3 അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും അതിനെല്ലാം സെയിം വാല്യൂ ആണ്, V1 V2 V3 എല്ലാം. അപ്പൊ ആ ചാർജ് നമ്മൾ കൂട്ടിയെടുക്കുകയാണെങ്കിൽ Q ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് എക്സെട്ര ഇൻറ്റു V. അത്ര Q ചാർജ് ആണ് ഈ കോമ്പിനേഷനകത്തൂടെ കടന്നു പോകുന്നത്. ഇനി ഈ മൂന്ന് കപ്പാസിറ്റേഴ്സിനെ C1 C2 C3 നമ്മൾ മാറ്റുന്നു. C1 C2 C3 നമ്മൾ മാറ്റുന്നത് CP എന്ന് പറഞ്ഞ ഒറ്റ കപ്പാസിറ്റർ ഉണ്ട്. CP എന്ന് പറഞ്ഞ ഒരൊറ്റ കപ്പാസിറ്റർ ഉണ്ട്. C1 C2 C3 നമ്മൾ മാറ്റിയിട്ട് ഒറ്റ കപ്പാസിറ്റർ C1 C2 C3 അതിന്റെ സ്ഥാനത്ത് ഒറ്റ കപ്പാസിറ്റൻസ് കൊണ്ട് കണക്ട് ചെയ്തിട്ട് അതേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്നു. അതേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ ചാർജ് Q തന്നെയാണ് ഇതിനകത്തൂടെ പാസ് ചെയ്യുന്നെങ്കിൽ, CP-യിലൂടെ പാസ് ചെയ്യുന്നെങ്കിൽ, Q ചാർജ് തന്നെയാണ് CP-യിലൂടെ പാസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ പറയും C1 C2 C3 ഈ കപ്പാസിറ്റൻസിന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് CP എന്ന് പറയും. CP ആണ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ C1 C2 C3 ഇതിനെ മാറ്റി വെച്ചിട്ട് CP കണക്ട് ചെയ്താൽ C1 C2 C3 പാരലൽ കണക്ഷൻ തരുന്ന അതേ റിസൾട്ട്, അതേ ചാർജ് തന്നെ നമുക്ക് തരും, സെയിം പൊട്ടൻഷ്യലിൽ. അപ്പൊ CP ഇസ് ദ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്. CP ആണ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എങ്കിൽ ഈ Qനെ നമുക്ക് ഇങ്ങനെ എഴുതാം, Q ഈസ് ഈക്വൽ ടു CPV. Q ഈസ് ഈക്വൽ ടു CPV എന്ന് എഴുതാം. ഇക്വേഷൻ 2. ഇക്വേഷൻ 1 ഉം 2 നമ്മൾ എടുക്കുന്നു. ഫ്രം ഇക്വേഷൻസ് 1 and 2 രണ്ട് സൈഡും, രണ്ടിന്റെ ലെഫ്റ്റ് സൈഡ് Q ആണ്, ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്, സെയിം Q ആണ്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? CPV ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് എക്സെട്ര ഇൻറ്റു V. C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് എക്സെട്ര ഇൻറ്റു V. അപ്പൊ എന്ത് വരും? ഇവിടെ V ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ V ഉണ്ട്, ആ Vയും ക്യാൻസൽ ആവും. റൈറ്റ് സൈഡിൽ ഒരു V ഉണ്ട്, ആ Vയും ക്യാൻസൽ ആവും. Vയും ക്യാൻസൽ ആവുമ്പോൾ എന്ത് വരും? CP ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് എക്സെട്ര. C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് എക്സെട്ര. അതാണ് CP. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്റേഴ്സിന്റെ സമ്മാണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് കൂട്ടുന്ന ഇഫക്റ്റ് ഇവിടെ കിട്ടും. അതായത് C1 C2 C3 നമ്മൾ എടുത്തതിൽ ഈ എടുക്കുന്ന കപ്പാസിറ്റൻസ് C1 C2 C3 ഇതിൽ ഏറ്റവും വലുത് ഏതാണോ അതിനേക്കാളും കൂടുതലായിരിക്കും CP. 1 2 3 ആണെന്നിരിക്കട്ടെ നമ്മൾ എടുക്കുന്നത്, 1 2 3, അതിൽ വലുത് 3 ആണ്. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വലുതായിട്ടുള്ള ഈ 3-നേക്കാളും കൂടുതലായിരിക്കും CP. 1 2 3 എടുത്ത് എത്ര ഇടും? 1 പ്ലസ് 2 പ്ലസ് 3 6 കിട്ടും. അത് ഏറ്റവും കൂടിയ 3-നേക്കാളും കൂടുതലാണ്.
ഇപ്പൊ കിട്ടുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ലാർജസ്റ്റ് കപ്പാസിറ്റൻസ് ഏതാണോ അതിലും കൂടുതലായിരിക്കും. അതുകൊണ്ട് പാരലൽ കണക്ഷൻ എന്ത് ചെയ്യും? പാരലൽ കണക്ഷൻ കപ്പാസിറ്റൻസ് കൂട്ടും. Effective capacitance of conductors in parallel is equal to the sum of their individual capacitances. So CP maximum value ആണ്. CP കൂടുതലാണ് കിട്ടുന്നത്. Is always greater than largest of C1, C2, C3, etc. Thus parallel connection increases capacity. Capacity കൂട്ടാൻ വേണ്ടിയാണ് ഇത്തരം കണക്ഷൻ ഉപയോഗിക്കുന്നത്. If C1 and C2 are connected in parallel ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നെങ്കിൽ CP is equal to C1 plus C2. CP is equal to C1 plus C2. CP C1 ഒന്നും C2 രണ്ടും ആന്നിരിക്കട്ടെ. 1, 2, 3. ആ 3 CP എന്ന് പറഞ്ഞാൽ 3 കിട്ടും. അപ്പൊ ഇവിടെ കൂടിയത് C1 C2 കൂടുതലുള്ളത് 2 ആയ C2 ആണ്. അപ്പൊ ആ 3 2-നേക്കാളും കൂടുതലാണ്. CP ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ് ഓഫ് C1 ആൻഡ് C2. അതുകൊണ്ട് ഇത് കപ്പാസിറ്റി കൂട്ടുന്ന കണക്ഷനാണ്. പാരലൽ കണക്ഷൻ കപ്പാസിറ്റി കൂട്ടുന്ന കണക്ഷനാണ്. ഇതിന്റെ പ്രത്യേകത ഇതാണ്. എന്ത്? ബി സെയിം ആണ്, ചാർജ് ഡിഫറെന്റ് ആണ്. n capacitors each of value capital C, തുല്യ C വാല്യൂ ഉള്ള n കപ്പാസിറ്റേഴ്സിനെ നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്താൽ എന്ത് വരും? CP is equal to C1 എന്ന് പറഞ്ഞ C പ്ലസ് C2 എന്ന് പറഞ്ഞ C പ്ലസ് C3 എന്ന് പറഞ്ഞ C പ്ലസ് എക്സെട്ര n ടൈംസ്. സിയും കൂട്ടിയ 2C, സിയും കൂട്ടിയ 3C. അങ്ങനെയാണ് n ടൈംസ് C കൂട്ടിയ എന്ത് കിട്ടും? നമുക്ക് കിട്ടും CP is equal to NC എന്ന് കിട്ടും. CP is equal to NC. ഇപ്പം 10 C വാല്യൂസ് കണക്ട് ചെയ്തേക്കെങ്കിൽ 10C എന്ന് കിട്ടും. CP 10C. ഇപ്പൊ കപ്പാസിറ്റൻസ് ഈ കണക്ഷൻ വഴി കൂടും. കപ്പാസിറ്റൻസ് പാരലൽ കണക്ഷൻ വഴി കൂടും. 2 പോയിന്റ്സിനിടയ്ക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. കപ്പാസിറ്റേഴ്സിനെ 2 പോയിന്റ്സിനിടയ്ക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അത് പറയും പാരലൽ കണക്ഷൻ. വരുന്ന ചാർജ് ഇവിടെ പൊട്ടൻഷ്യൽ സെയിം ആണ്. 2 പോയിന്റ്സിനിടയ്ക്കാണ് ബാറ്ററി മറ്റു കപ്പാസിറ്റേഴ്സും എല്ലാം കണക്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ ഇവിടെ സെയിം ആണ്. വ്യത്യാസം വരുന്നത് എയിലെത്തുന്ന ചാർജ് Q C1 കൂടെ Q1 ആയിട്ടും C2 കൂടെ Q2 ഭാഗവും C3 കൂടെ Q3 ഭാഗവും ആയിട്ട് ഒഴുകും. Q1ഉം Q2ഉം Q3യും എയിലെത്തുന്ന Qന് തുല്യമാണ്. Q1ഉം Q2ഉം Q3യും സം എടുത്താല് Q1ഉം Q2ഉം Q3യും കൂടെ കൂട്ടിയാല് എയിലെത്തുന്ന Qന് തുല്യമാണ്. Q is equal to Q1 plus Q2 plus Q3. അങ്ങനെയാണ്. പൊട്ടൻഷ്യൽ B സെയിം ആണ്. പക്ഷെ ചാർജ് ഓരോ കപ്പാസിറ്ററും ഉള്ള ചാർജ് ഡിഫറെന്റ് ആണ്. B സെയിം ആണ്. അതുകൊണ്ട് Q1 is equal to C1B, Q2 is equal to C2B, Q3 is equal to C3B. അപ്പൊ നമുക്ക് ടോട്ടൽ ചാർജ് കിട്ടും. Q is equal to Q1 plus Q2 plus Q3 plus etc. Q is equal to Q1 എന്ന് പറഞ്ഞ C1B plus Q2 എന്ന് പറഞ്ഞ C2B plus Q3 എന്ന് പറഞ്ഞ C3B. B കോമൺ ആയിട്ട് വെളിയിൽ എടുക്കുന്നു. Q is equal to C1 plus C2 plus C3 plus etc. into B. ഇനി ഈ 3 കപ്പാസിറ്റൻസിനെ മാറ്റിയിട്ട് ഒരു സിംഗിൾ കപ്പാസിറ്റൻസ് വെക്കുന്നു CP. ആ സിംഗിൾ കപ്പാസിറ്റൻസിൽ കൂടെ V പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ബാറ്ററി കൊടുക്കുമ്പോൾ സെയിം ചാർജ് Q ആണ് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും CP ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ്. അങ്ങനെയാണ് Qനെ നമുക്ക് ഇങ്ങനെ എഴുതാം. Q is equal to CPV. ഇക്വേഷൻ 1-നും 2-നും CPV is equal to C1 plus C2 plus C3 plus etc. into V. Vയും Vയും ക്യാൻസൽ ആവും. CP is equal to C1 plus C2 plus C3 plus etc. ഇങ്ങനെ കിട്ടുന്ന CP C1, C2, C3യിൽ ഏറ്റവും കൂടിയ കപ്പാസിറ്റൻസിനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ട് CP കിട്ടുന്നത് മാക്സിമം വാല്യൂ ആണ്. അതുകൊണ്ട് പാരലൽ കണക്ഷൻ കപ്പാസിറ്റി കൂട്ടും. 2 കപ്പാസിറ്റേഴ്സാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ CP is equal to C1 plus C2. ഇനി C വാല്യൂ ഉള്ള കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസ് CP is equal to C plus C plus C plus etc. n ടൈംസ് നമുക്ക് കിട്ടും. CP is equal to NC എന്ന് കിട്ടും. ഇപ്പൊ എനർജി ഓഫ് എ ചാർജ്ഡ് കണ്ടൻസർ. ഒരു ചാർജ്ഡ് കണ്ടൻസറിൽ സ്റ്റോർ ചെയ്തേക്കുന്ന എനർജി നമുക്ക് കണ്ടുപിടിക്കാം. എന്താ അത്? ഒരു ചാർജ്ഡ് കണ്ടൻസറിലെ എനർജി എന്താ? എനർജി ഇസ് ദ വർക്ക് ഡൺ ഇൻ ചാർജിങ് ദ കണ്ടൻസർ. കണ്ടൻസറിനെ ചാർജ് ചെയ്യണമെങ്കിൽ കണ്ടൻസറിന് ചാർജ് കൊടുക്കണമെങ്കിൽ ഒരു ബാറ്ററി വർക്ക് ചെയ്യണം. ചാർജ് കൊടുക്കുന്ന ബാറ്ററി വർക്ക് ചെയ്യണം. ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ബാറ്ററി ഡിസ്ചാർജ് ആണ്. ഒരു വസ്തുവിനെ ചാർജ് ചെയ്യാൻ വേണ്ടി ബാറ്ററി വർക്ക് ചെയ്യുമ്പോൾ ബാറ്ററിയുടെ ചാർജ് നഷ്ടപ്പെടും. അതിനെ ഡിസ്ചാർജ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ബാറ്ററി ഡിസ്ചാർജ് ചെയ്യപ്പെടുക. അപ്പം എന്താ എനർജി എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് എ ചാർജ്ഡ് കണ്ടൻസർ ഇസ് ദ വർക്ക് ഡൺ ഇൻ ചാർജിങ് കണ്ടൻസർ. കണ്ടൻസറിനെ ചാർജ് ചെയ്യാൻ വേണ്ടി ബാറ്ററി ചെയ്യുന്ന വർക്കാണ് എന്ത്? എനർജി ഓഫ് എ ചാർജ്ഡ് കണ്ടൻസർ എന്നുള്ളത്. അത് നമുക്ക് കണ്ടുപിടിക്കാം. Q ചാർജ് ആണ്. V പൊട്ടൻഷ്യൽ അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ചാർജിങ് എ കപ്പാസിറ്റി C.
അല്ലെ കപ്പാസിറ്റൻസ് സി. സി എന്ന് പറയുന്ന കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് ചാർജിങ് നടന്നുകൊണ്ടിരിക്കുക, അന്നേരം ആ ചാർജിങ്ങിനിടയ്ക്ക് ഒരു പ്രത്യേക സമയത്ത് അതിനുള്ള കപ്പാസിറ്റൻസ് ആണ് കപ്പാസിറ്റൻസ് സി. അതിന്റെ കപ്പാസിറ്റൻസ് സി, അതിനുള്ള ചാർജ് ആണ് ക്യൂ, ആ കപ്പാസിറ്ററിലുള്ള പൊട്ടൻഷ്യലാണ് വി. അങ്ങനെയാണെങ്കിൽ ക്യൂവും വിയും സിയും തമ്മിലുള്ള ബന്ധം എന്നാ നമുക്കറിയാം. ക്യൂ ഈസ് ഈക്വൽ ടു സി വി. നമുക്കറിയാം ക്യൂ ഈസ് ഈക്വൽ ടു സി വി. ക്യൂ ഈസ് ഈക്വൽ ടു സി വി. ക്യൂ ഈസ് ഈക്വൽ ടു സി വി. ഇതാണ് ഒരു കപ്പാസിറ്റൻസിനകത്തെ ബന്ധം. ക്യൂ ഈസ് ഈക്വൽ ടു സി വി. ഇതിൽ നിന്ന് വി എന്താ? വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി. വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി. വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി. ഏതെങ്കിലും ഒരു സമയത്ത് ആ കപ്പാസിറ്റൻസിലുള്ള പൊട്ടൻഷ്യലാണ് വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി. ആ സമയത്തുള്ള ചാർജാണ് ക്യൂ. ക്യൂ കൂടുമ്പോൾ പിയും കൂടും, ക്യൂ കൂടിയാലും പിയും കൂടും. അപ്പൊ കൂടുതൽ ചാർജ് വരുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ കൂടിക്കൊണ്ടിരിക്കും. അതാ കപ്പാസിറ്റൻസിന്റെ ഡെഫിനിഷൻ തന്നെ. ക്യൂ പ്രൊപ്പോർഷണൽ ടു വി, ക്യൂ ഈസ് ഈക്വൽ ടു സി വി. ഇനി ഈ ക്യൂ ഉണ്ട്, ഇപ്പൊ ഉള്ള ചാർജ് ക്യൂ ആണ്. നമുക്കൊരു സ്വല്പം ചാർജ് കൂടെ കൊടുക്കണം, ഒരു ഡി ക്യൂ ചാർജ് കൂടെ കൊടുക്കണം, ഒരു ചെറിയ ചാർജ് കൂടെ ആ കപ്പാസിറ്ററിന് കൊടുക്കണം. ഇപ്പൊ അതിന് ക്യൂ ചാർജ് ഉണ്ട്, ആ കപ്പാസിറ്ററിന് ഇപ്പൊ ക്യൂ ചാർജ് ഉണ്ട്, ഇപ്പൊ ക്യൂ ചാർജ് ഉള്ളത്. ഇതിനൊരു അല്പം ചാർജ് കൂടെ, ഡി ക്യൂ ചാർജ് കൂടെ, ഒരു ചെറിയ ചാർജ് കൂടെ കൊടുക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. വർക്ക് ഡൺ ടു ബ്രിങ് അഡീഷണൽ ചാർജ് ഡി ക്യൂ. ഒരു അഡീഷണൽ ചാർജ് ഡി ക്യൂവും കൂടെ ഈ കപ്പാസിറ്ററിന് നമ്മൾ കൊടുക്കണം. കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? എത്ര വർക്ക് ചെയ്യണം? ആ വർക്കാണ് ഡി ഡബ്ല്യു. ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യലി വി ആണ്, ചാർജ് ഡി ക്യൂ ആണെങ്കിൽ ക്യൂ ഇൻറ്റു വി ആണ് വർക്ക്. നമുക്കറിയാം വർക്കിന്റെ ഫോർമുല. വർക്കിന്റെ ഫോർമുല നമ്മൾ ഈ പാഠത്തിന്റെ ആദ്യം പഠിച്ചു. ഡബ്ല്യു ഡിവൈഡഡ് ബൈ ക്യൂ ഈസ് ഈക്വൽ ടു വി. ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ വർക്ക് കണ്ടുപിടിക്കുന്നത്. ഡബ്ല്യു ബൈ ക്യൂ ഈസ് ഈക്വൽ ടു വി. ഡബ്ല്യു ബൈ ക്യൂ ഈസ് ഈക്വൽ ടു വി. ഇപ്പൊ ഡബ്ല്യു എന്താ? ക്യൂ ഇൻറ്റു വി. ക്യൂ ഇൻറ്റു വി. അപ്പൊ ഡി ഡബ്ല്യു എന്താ? ഡി ഡബ്ല്യു നമ്മുടെ ഇവിടെ വേണ്ടുന്ന വർക്ക് എത്രയാണ്? അഡീഷണൽ ചാർജ് ഡി ക്യൂ കൊടുക്കാൻ വേണ്ടുന്ന വർക്ക് എത്രയാണ്? ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ വി ഇൻറ്റു കൊടുക്കേണ്ട ചാർജ് ഡി ക്യൂ. വി ഇൻറ്റു ക്യൂ എന്നുള്ള വി ഇൻറ്റു ഡി ക്യൂ. വി ഇൻറ്റു ഡി ക്യൂ. വി ഇൻറ്റു ഡി ക്യൂ. വി എന്താന്ന് മോളിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഇക്വേഷൻ വഴി. വി സമം ക്യൂ ബൈ സി. അതങ്ങ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വിക്ക് വരെ ക്യൂ ബൈ സി ഇൻറ്റു ഡി ക്യൂ. അപ്പൊ ഒരു അല്പം ഡി ക്യൂ ചാർജ് കൊടുക്കാൻ ഇത്രയും വർക്ക് ചെയ്യണം. എത്ര വർക്ക് ചെയ്യണം? ക്യൂ ബൈ സി ഇൻറ്റു ഡി ക്യൂ വർക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സീറോ ചാർജ് ഉള്ള ഒരു കപ്പാസിറ്ററിന് ഒരു ക്യൂ ചാർജ് കൊടുക്കാൻ എത്ര വർക്ക് ചെയ്യണം? ടോട്ടൽ വർക്ക് ഡൺ ഇൻ ചാർജിങ് കപ്പാസിറ്റർ ഫ്രം സീറോ ടു ക്യാപിറ്റൽ ക്യൂ. ആദ്യം അതിന് സീറോ ചാർജ് ആയിരുന്നു, എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ലായിരുന്നു. അതിനൊരു ക്യാപിറ്റൽ ക്യൂ ചാർജ് അങ്ങ് കൊടുത്തു ബാറ്ററി. ക്യാപിറ്റൽ ക്യൂ ചാർജ്. അതിന് ചെയ്യേണ്ട ടോട്ടൽ വർക്ക് എത്ര? ആ ടോട്ടൽ വർക്കാണ് ഡബ്ല്യു. ഡബ്ല്യു ഇസ് ഈക്വൽ ടു, നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. ഡി ഡബ്ല്യുവിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് വർക്ക് ടോട്ടൽ വർക്ക് കിട്ടുന്നത്. ഇന്റഗ്രൽ സീറോ ടു ക്യൂ, സീറോ തൊട്ട് ക്യൂ വരെ ചാർജ് കൊടുക്കുമ്പോൾ ചെയ്യപ്പെടുന്ന വർക്കുകളെല്ലാം, ചെറിയ ചാർജ് ഡി ക്യൂന് കൊടുക്കുന്ന വർക്കുകളെല്ലാം കൂടെ കൂട്ടിയാൽ ക്യൂ ചാർജ് കൊടുക്കാനുള്ള വർക്ക് കിട്ടും. സീറോ ടു ക്യൂ ഡി ഡബ്ല്യു. ഇന്റഗ്രൽ സീറോ ടു ക്യൂ ഡി ഡബ്ല്യു. വർക്കെല്ലാം കൂട്ടുന്നതിന് വേണ്ട പേരാണ് ഇന്റഗ്രേഷൻ. ഇന്റഗ്രൽ സീറോ ടു ക്യൂ ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ചെറിയ വർക്കുകളെല്ലാം കൂട്ടണം. ചെറിയ ചാർജ് കൊടുക്കാനുള്ള വർക്കെല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ വലിയ ചാർജ് കൊടുക്കാനുള്ള വർക്ക് കിട്ടും. ഡബ്ല്യു സമം ഇന്റഗ്രൽ സീറോ ടു ക്യൂ ഡി ഡബ്ല്യു. അതായത് ഇന്റഗ്രൽ സീറോ ടു ക്യൂ ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ സി ഡി ക്യൂ. ക്യൂ ബൈ സി ഡി ക്യൂ. അപ്പൊ ഈ ഇന്റഗ്രേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. റിസൾട്ട് നിങ്ങൾ ഇന്റഗ്രേഷൻ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആവും. അതുവരെ ഈ റിസൾട്ട് ബൈ ഹാർട്ട് ആക്കുക. ക്യൂ സ്ക്വയർ ബൈ ടു സി. ക്യൂ സ്ക്വയർ ബൈ ടു സി. ക്യൂ സ്ക്വയർ ബൈ ടു സി. സി അവിടെ ഉള്ളതാണ്. ബാക്കിയുള്ള ഇന്റഗ്രലിന്റെ സി ഒഴികെയുള്ള ബാക്കിയുള്ളതിന്റെ ഇന്റഗ്രലാണ് ക്യൂ സ്ക്വയർ ബൈ ടു. ഇന്റഗ്രൽ സീറോ ടു ക്യൂ ക്യൂ ഡി ക്യൂ, അതാണ് സി ഒഴികെയുള്ള ഭാഗം. ഇന്റഗ്രൽ സീറോ ടു ക്യൂ ക്യൂ ഡി ക്യൂ, അതാണ് സി ഒഴികെയുള്ള ഭാഗം. അതിന്റെ വാല്യൂ ക്യൂ സ്ക്വയർ ബൈ ടു. അപ്പൊ ഇതിന്റെ റിസൾട്ട് ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ ക്യൂ സ്ക്വയർ ബൈ ടു സി. ക്യൂ സ്ക്വയർ ബൈ ടു സി. അപ്പൊ ഈ ക്യൂ സ്ക്വയർ ബൈ ടു സി ആണ് ടോട്ടൽ വർക്ക്. ഒരു കണ്ടൻസറിനെ ചാർജ് ചെയ്യാൻ വേണ്ടുന്ന ടോട്ടൽ വർക്കാണ് ക്യൂ സ്ക്വയർ ബൈ ടു സി. ഇത്രയും വർക്ക് അതിനകത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇത്രയും വർക്ക് അതിനകത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. കണ്ടക്ടറിന്റെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുക്കുന്നെങ്കിൽ അതിന്റെ പ്ലേറ്റിന് ഇടയ്ക്കുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ഈ വർക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ബാറ്ററി ചെയ്യുന്ന വർക്ക് ക്യൂ സ്ക്വയർ ബൈ ടു സി അത് സ്റ്റോർ ചെയ്യപ്പെടുന്നു. അപ്പൊ എനർജി ഓഫ് എ ചാർജ് കണ്ടൻസർ യു ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ ടു സി. അങ്ങനെ വേണേ നമുക്ക് പറയാം. ക്യൂ സ്ക്വയർ ബൈ ടു സി അങ്ങനെ നമുക്ക് പറയാം. എനർജി ഓഫ് എ ചാർജ് കണ്ടൻസർ യു ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ ടു സി. എന്താ ക്യൂ? സി വി.
ക്യൂ എന്താ സി വി എന്നിട്ട് കൊടുക്കുന്നു. അപ്പൊ ക്യൂ സ്ക്വയർ എന്ത് വരും? സി സ്ക്വയർ വി സ്ക്വയർ വരും. സി സ്ക്വയറും താഴത്തെ സിയുടെ വെട്ടും. അപ്പൊ നോക്കിയിട്ട് ഹാഫ് സി വി സ്ക്വയർ. മണ്ടയിൽ ഉണ്ടാകുന്ന സി സ്ക്വയർ, ക്യൂ സ്ക്വയറിന്റെ സി സ്ക്വയറിനെ താഴത്തെ സിയുടെ വെട്ടിപ്പോയി ഒരു സി ഉണ്ടാകും. സി സ്ക്വയർ എങ്ങനെ വരും? ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് സി സ്ക്വയർ ബി സ്ക്വയർ ബൈ 2c. ഈ സിയും മുകളിലത്തെ സി സ്ക്വയറിന്റെ ഒരു സിയുടെ ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് ഹാഫ് 1/2 താഴത്തെ 2 1/2 സി വി സ്ക്വയർ എന്ന് കിട്ടും. 1/2 സി വി സ്ക്വയർ. അപ്പൊ ഈ സി വി സ്ക്വയറിനെ നമുക്ക് സി വി ഇൻറ്റു വി എന്ന് എഴുതാം. അങ്ങനെ എഴുതാം, സി വി ഇൻറ്റു വി. സി വി എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. അപ്പം സി വി സ്ക്വയർ എന്നുള്ളത് ക്യൂ വി എന്ന് വരും. അപ്പം ഹാഫ് ക്യൂ വി എന്ന് വേണേലും എഴുതാം. ഹാഫ് ക്യൂ വി, ക്യൂ സി വി, ക്യൂ സി വി. ഇപ്പൊ സി വി ഇൻറ്റു വി, സി വി സ്ക്വയർ അങ്ങനെ തന്നെ വരും. ഇപ്പൊ സി വി സ്ക്വയറിനകത്ത് സി വി ക്യൂ ആയിട്ട് മാറും. ഇപ്പൊ ഹാഫ് ക്യൂ ബി അങ്ങനെ വേണേലും എഴുതാം. അപ്പം ഒരു എനർജി ഓഫ് എ ചാർജ്ഡ് കണ്ടൻസറിന് 3 വാല്യൂ ഉണ്ട്. യു ഇസിക്കൽ ടു ക്യൂ സ്ക്വയർ ബൈ 2c. ക്യൂ സിയും തന്നാൽ ക്യൂ സ്ക്വയർ ബൈ 2c ഉപയോഗിക്കണം. സിയും വിയും തന്നാൽ ഹാഫ് സി വി സ്ക്വയർ ഉപയോഗിക്കണം. ക്യൂവും വിയും ആണ് നമുക്ക് തന്നേക്കുന്നെങ്കിൽ ഹാഫ് ക്യൂ വി ഉപയോഗിക്കണം. ഈ എനർജി എങ്ങനെ സ്റ്റോർ ചെയ്തേക്കണേ? ദിസ് എനർജി is stored as electrostatic potential energy in the medium between the plates. കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള മീഡിയത്തിലെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ഈ എനർജി സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇതാണ് എനർജി ഓഫ് എ ചാർജ്ഡ് കണ്ടൻസർ. അപ്പം ചാർജ് ചെയ്യുന്നതിനിടയ്ക്ക് ഏതെങ്കിലും സമയത്തുണ്ടാകുന്ന ചാർജ് ആണ് ക്യൂ, പൊട്ടൻഷ്യൽ ആണ് വി എങ്കിൽ വി ഇസിക്കൽ ടു ക്യൂ ബൈ സി എന്ന് നമുക്ക് എഴുതാം. കാരണം ക്യൂ ഇസിക്കൽ ടു സി വി. ഇനി വർക്ക് ഡൺ ടു ബ്രിങ് എ അഡീഷണൽ ചാർജ് ഡി ക്യൂ. ഒരു ഡി ക്യൂ ചാർജോട് കൊടുക്കാൻ വേണ്ടുന്ന വർക്ക് ഡി ഡബ്ല്യു സമം ബി ഡി ക്യൂ. ഡബ്ല്യു ബൈ ക്യൂ ഇസിക്കൽ ടു ബി, ആ ഫോർമുല ബി എന്ന് പറഞ്ഞ ക്യൂ ബൈ സി ഡി ക്യൂ. ഇനി വർക്ക് ഡൺ ടു ചാർജ് കപ്പാസിറ്റർ ഫ്രം 0 to Q. അങ്ങനെയാണെങ്കിൽ സീറോയിൽ നിന്ന് ഡി ക്യൂ ചാർജ് കൊടുക്കാൻ അത്ര വർക്ക് ചെയ്യണമെങ്കിൽ സീറോയിൽ നിന്ന് ക്യൂ ചാർജ് കൊടുക്കാൻ വേണ്ടി എത്ര വർക്ക് ചെയ്യണം? അതാണ് ഡബ്ല്യു ഇസിക്കൽ ടു ഇന്റഗ്രൽ 0 to Q ഡി ഡബ്ല്യു. ഇറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to Q ക്യൂ ബൈ സി ഡി ക്യൂ. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ക്യൂ സ്ക്വയർ ബൈ 2c എന്ന് കിട്ടും. ക്യൂ സ്ക്വയർ ബൈ 2c. ഈ വർക്കാണ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അതിനെ 3 രീതിയിൽ എഴുതാം. ഒന്ന് യു ഇസിക്കൽ ടു ക്യൂ സ്ക്വയർ ബൈ 2c, ക്യാപിറ്റൽ യു ഇസിക്കൽ ടു ക്യൂ സ്ക്വയർ ബൈ 2c. ഇനി ക്യൂന് സി വി എന്ന് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ സി സ്ക്വയർ ബി സ്ക്വയർ ബൈ 2c എന്ന് വരും. അപ്പൊ അത് ഹാഫ് സി വി സ്ക്വയർ. അപ്പൊ ഹാഫ് സി വി സ്ക്വയറിനകത്ത് സി വി ക്യൂ എന്ന് എഴുതാം. ക്യൂ ഇൻറ്റു വി എന്ന് വരും, ഹാഫ് ക്യൂ വി. അങ്ങനെ 3 ഫോർമുലയുണ്ട്. അപ്പൊ ഈ എനർജി എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്? ഈ എനർജി കപ്പാസിറ്ററിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് പ്ലേറ്റുകൾക്ക് ഇടയ്ക്കാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് എനർജി ഓഫ് എ ചാർജ്ഡ് കണ്ടൻസർ. അപ്പൊ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഒന്ന്, കപ്പാസിറ്റേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എന്താണ് എഫക്റ്റീവ് കപ്പാസിറ്റി. 2, കപ്പാസിറ്റേഴ്സിനെ പാരലലായിട്ട് കണക്ട് ചെയ്താൽ എന്താണ് എഫക്റ്റീവ് കപ്പാസിറ്റി. 3, ഒരു കപ്പാസിറ്ററിനെ ചാർജ് ചെയ്താൽ എത്ര വർക്ക് ചെയ്യണം, ആ വർക്ക് അതിന്റെ എനർജിക്ക് തുല്യമായിരിക്കും. എത്രയാണ് ആ എനർജി? ഇങ്ങനെ 3 കാര്യങ്ങളാണ് ചെയ്തത്. പ്രിയപ്പെട്ട കുട്ടികളെ, ചാപ്റ്റർ 2 6ാമത്തെ ഭാഗത്തേക്ക് നമുക്ക് കടക്കാം.